ഇന്ന് നമ്മൾ ഈ S-400 ആണെങ്കിലും മറ്റുള്ള പല എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും അതിൻ്റെ വിലയൊക്കെ $1-2 മില്യൺ. അപ്പോൾ അവിടെയാണ് ഈ ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ജപ്പാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഡ്രോൺസിനെയും അതേപോലെ ഫൈറ്റർ എയർക്രാഫ്റ്റിനെയും സാറ്റലൈറ്റിൻ്റെ സഹായത്തോട് എപ്പോഴാണ് എയർബോൺ ചെയ്യുന്നത്, എങ്ങോട്ട് ഇത് പോകുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലേസർ വർക്കൗട്ട് ചെയ്യുവാണ്. ഇതിനെ അടിച്ചു കളയുകയാണ്, കത്തിച്ചു കളയുക. അതൊരു ഭയങ്കര സംഭവമാണ്. കാരണം എയർക്രാഫ്റ്റ് അമേരിക്കയുടെ ഉണ്ട് ഈ സംഭവം. ഇത് ചൈനയുടെ കയ്യിലും ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ജപ്പാൻ്റെ സുപ്പീരിയർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു എയർക്രാഫ്റ്റ് ഇത് ഇത് തകർക്കാൻ വേണ്ടി ഏകദേശം 2-3 മിനിറ്റുകൾ മതി. അത്ര ഫാസ്റ്റായിട്ടാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. അതിനേക്കാളുപരി മറ്റൊരു സംഭവം ഉണ്ടായി. 1945 ശേഷം ജപ്പാൻ, അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സും പരിപാടികളും ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സെക്യൂരിറ്റി അമേരിക്കൻ ബേസുകളാണ് ജപ്പാനിൽ. പക്ഷെ ജപ്പാൻ 24 മണിക്കൂറിനുള്ളിൽ ന്യൂക്ലിയർ ബോംബ്, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്, ജപ്പാൻ്റെ എനർജി, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന പ്ലൂട്ടോണിയം, അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ ഈ ഇലക്ട്രിസിറ്റിയും പവറും എനർജിയൊക്കെ ഉണ്ടാക്കുന്നത്. ആ പ്ലാന്റുകളുടെ അടുത്തായിട്ട് തന്നെ അത്യാവശ്യമെന്ന് കണ്ടാൽ 24 മണിക്കൂറിനുള്ളിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന സംഭവം പോലും അവർ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്.